ഇറാനും ഇസ്രായേലും അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോർമുഖമായി മാത്രം കാണുന്നത് മൗഢ്യമാണ്. ഇത്തരം കാഴ്ചപ്പാടുകൾ നിലവിലുള്ള പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഗൗരവമായ തലങ്ങളെ കാണാതെ പോകുന്നതിന് സമാനമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ലോകക്രമമാണ് അമേരിക്കൻ പക്ഷത്തിന് കരുത്തായി മാറിയത്. സൈനിക ശക്തിയും സഖ്യങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദവും ഉപയോഗിച്ച് തങ്ങളുടെ മേധാവിത്വം നിലനിർത്താൻ ഇന്നും ശ്രമിക്കുന്നു. മറുവശത്താകട്ടെ ഉൽപാദനം, സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക പങ്കാളിത്തം എന്നിവയിലൂടെ വളർന്നു വരുന്ന പുതിയൊരു ലോകക്രമത്തിന്റെ പ്രാതിനിധ്യം ശക്തിപ്പെടുകയും ചെയ്യുന്നു. 1970-കൾ മുതൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ തന്ത്രങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സുരക്ഷയിലും പെട്രോ ഡോളർ സംവിധാനത്തിലുമായിരുന്നു. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ വ്യാപാരം ഡോളറിലാണ് നടന്നിരുന്നത്. ഈ എണ്ണപ്പണം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. പകരം ഗൾഫിലെ പ്രാദേശിക സഖ്യകക്ഷികൾക്ക് അമേരിക്ക സുരക്ഷ ഉറപ്പാക്കി. 1981-ൽ ഗൾഫ് സഹകരണ കൗൺസിൽ രൂപീകരിച്ചതോടെ ഈ ബന്ധം കൂടുതൽ കരുത്താർജിക്കുകയും അമേരിക്കൻ സ്വാധീനത്തിന്റെ പ്രധാന തൂണായി മാറുകയും ചെയ്തു. ഇതിന്റെ ലക്ഷ്യം വെറും പ്രാദേശിക സുരക്ഷ മാത്രമായിരുന്നില്ല. ലോകത്തിന്റെ ഏറ്റവും വലിയ ഊർജ്ജ ശേഖരത്തിലും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകൾക്കുമേൽ നിയന്ത്രണം ഉറപ്പാക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സ്വാധീനത്തിന്റെ കേന്ദ്രമായി ഈ നയത്തിന്റെ തന്ത്രപ്രധാന തൂണായി ഇസ്രായേൽ മാറി. ഇസ്രായേൽ ബലഹീനമായാൽ അത് പശ്ചിമേഷ്യയിലുടനീളം അമേരിക്കയുടെ വിശ്വാസ്യതയെയും സ്വാധീനത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന സ്ഥിതി സംജാതമായി. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശത്തെ ശക്തി സന്തുലിതാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സമീപകാല സംഭവങ്ങൾ കാണിക്കുന്നു. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സമാധാനത്തിനായുള്ള ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ വകവയ്ക്കാതെ ഇസ്രായേലിന് സൈനികവും സാമ്പത്തികവും നയതന്ത്രപരവുമായ പിന്തുണ അമേരിക്ക നൽകിക്കൊണ്ടേയിരിക്കുന്നു. അമേരിക്കയുടെ നിരന്തരമായ സഹായമില്ലെങ്കിൽ ദീർഘകാലം സൈനിക നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേലിന് കഴിയുകയുമില്ല. എന്നാൽ സൈനിക കരുത്തിന് പരിമിതികളുണ്ടെന്ന് വർത്തമാന സാഹചര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്നത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇറാൻ പോലൊരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിയാൽ അത് ലോകത്തിലെ ഊർജ്ജ വിതരണത്തെയും കടൽ വഴിയുള്ള വ്യാപാരത്തെയും നിക്ഷേപങ്ങളെയും വിപണികളെയും ഒരുപോലെ ബാധിക്കും. ചുരുക്കത്തിൽ ലോകത്തിൽ സ്ഥിരമായി മേധാവിത്വം നിലനിർത്താൻ സൈനിക മുൻതൂക്കം മാത്രം ഇനി മതിയാവില്ല. 21-ാം നൂറ്റാണ്ടിൽ യഥാർത്ഥ ശക്തി എന്നത് രാജ്യത്തിന്റെ ഉൽപാദനശേഷി, സാങ്കേതിക പുരോഗതി, വ്യവസായ മികവ്, ആഗോള വിതരണ ശൃംഖലകൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയെ എല്ലാം ആശ്രയിച്ചിരിക്കുന്നു. അമേരിക്കയുടെയും ചൈനയുടെയും സമീപനങ്ങളിൽ ഈ വ്യത്യാസം പ്രകടമാണ്. ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലെ അമേരിക്കൻ ഇടപെടലുകൾ വലിയ അസ്ഥിരതയാണ് ഉണ്ടാക്കിയതെങ്കിൽ ചൈന തങ്ങളുടെ സ്വാധീനം വളർത്തിയത് ഊർജം, ഗതാഗതം, വ്യവസായം, പുനർനിർമ്മാണം എന്നിവയിലെ നിക്ഷേപങ്ങളിലൂടെയാണ്. ഈ മാറ്റം ആഗോള ശക്തിയുടെ കേന്ദ്രം പരമ്പരാഗത പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വികസ്വര രാജ്യങ്ങളിലേക്ക് മാറ്റുന്നു. ഡിജിറ്റൽ ഹരിത സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ലിഥിയം, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയ തന്ത്രപ്രധാന ധാതുക്കളുടെ ഏറ്റവും വലിയ ശേഖരവും ലോകത്തിലെ യുവത്വം നിറഞ്ഞ ജനസംഖ്യയും വലിയ വിപണികളും ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ പ്രദേശങ്ങളുടെ ബലമാണ്. 20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയത്തെ എണ്ണ എങ്ങനെയാണോ നിയന്ത്രിച്ചത്, അതുപോലെ ധാതുക്കളും മനുഷ്യവിഭവവും 21-ാം നൂറ്റാണ്ടിലെ മത്സരത്തിന്റെയും കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. പശ്ചിമേഷ്യ ഈ മത്സരത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. കാരണം അത് ഊർജ വിഭവങ്ങളെയും സമുദ്ര വ്യാപാര പാതകളെയും വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക ഭാവിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇറാന് നിലവിലെ പ്രതിസന്ധിയിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് കരുതുക. എങ്കിൽ പോലും അമേരിക്ക നേരിടുന്ന തന്ത്രപരമായ വെല്ലുവിളികൾ അവസാനിക്കില്ല. യുദ്ധാനന്തര കാലത്തെ ലോകക്രമം അമേരിക്കയുടെ വലിയ വ്യവസായ മേധാവിത്വത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. സാമ്പത്തികം, ശാസ്ത്രം, സൈനിക ശേഷി എന്നിവയിൽ അമേരിക്ക ഇപ്പോഴും മുന്നിലാണ്. അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷം കേവലം മിസൈലുകളുടെയോ ഡ്രോണുകളുടെയോ യുദ്ധക്കപ്പലുകളുടെയോ ഏറ്റുമുട്ടലല്ല. എന്നാലോ ആഗോള നേതൃത്വത്തിന്റെ രണ്ട് വ്യത്യസ്ത രീതികൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന് സൈനിക ശക്തിയിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിലും ഊന്നിയുള്ളതാണ്. മറ്റൊന്ന് ഉൽപാദനം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ, സാമ്പത്തിക കൂട്ടായ്മ എന്നിവയിൽ അധിഷ്ഠിതവുമാണ്. ഒരു ലോകക്രമവും എക്കാലവും ഒന്നുപോലെ നിലനിൽക്കില്ലെന്ന് ചരിത്രം തെളിയിക്കുന്നുണ്ട്.
പുതിയ ശക്തികൾ ഉയർന്നു വരുമ്പോൾ നിലവിലുള്ള അധികാരികൾ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കും. നിലവിലെ സംഘർഷം അത്തരമൊരു ചരിത്രപരമായ മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഇതിന്റെ ഫലം പശ്ചിമേഷ്യയുടെ ഭാവിയെ മാത്രമല്ല, ആഗോള ശക്തിയുടെ വിതരണത്തെയും ലോക സമ്പദ് വ്യവസ്ഥയുടെ ഘടനയെയും വരും പതിറ്റാണ്ടുകളിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സ്വഭാവത്തെയും ആകെ മാറ്റിമറിക്കും. ഇക്കാരണത്താൽ ഈ സംഘർഷത്തെ മറ്റൊരു പ്രാദേശിക യുദ്ധമായി മാത്രം കാണരുത്. ലോകക്രമത്തെ തിരുത്തിയെഴുതാനും ഒരു പുതിയ ചരിത്രയുഗത്തിന് തുടക്കം കുറിക്കാനും ശേഷിയുള്ള 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ ഭൗമ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നാണിത്.